ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സഭയുടെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ഏറ്റവും ആത്മീയ പ്രാധാന്യമുള്ള വലിയ നോമ്പിലൂടെ നാം കടന്നു പോവുകയാണ്. ഇന്ന് വലിയ നോമ്പിൻ്റെ 29-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ നോമ്പ് കാലം വെറും ഭക്ഷണം ഒഴിവാക്കാനുള്ള സമയം മാത്രമല്ല, മറിച്ച് അത് ആത്മപരിശോധനയുടെയും മാനസാന്തരത്തിൻ്റെയും സമയവും ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള അവസരവുമാണ്. നോമ്പുകാലം നമ്മെ ഒരു സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ വെറും പുറമേയുള്ള ആചാരങ്ങളാൽ മാത്രം മാറുന്നില്ല, മറിച്ച് ഹൃദയത്തിൻ്റെ മാറ്റത്തിലൂടെയാണ് യഥാർത്ഥ ആത്മീയ പുതുക്കം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുകയും നമ്മുടെ ബലഹീനതകളിൽ നിന്നും വിടുതൽ നേടുകയും വേണം. ഇപ്രകാരം ഒരു സന്ദേശമാണ് ഇന്ന് സഭയെ നാം ചിന്തിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂനിയായ സ്ത്രീയുടെ സൗഖ്യമാണ്. ബലഹീനയായ, അതായത് കൂനിയായ സ്ത്രീ 18 സംവത്സരമായി സാത്താൻ്റെ ബന്ധനങ്ങളിൽ കഴിയുകയായിരുന്നു. എന്നാൽ യേശു അവളോട്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ച് അവളെ സൗഖ്യമാക്കുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. ഈ സ്ത്രീക്ക് 18 വർഷമായി നേരെ നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ആ സ്ത്രീ ശാരീരികമായും മാനസികമായും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കാം. എന്നാൽ അതിനിടയിലും അവൾ ആരാധനാലയത്തിലെത്തി ദൈവത്തെ അന്വേഷിച്ചു. ഇന്ന് നാം ദേവാലയത്തിൽ പോകാതിരിക്കാൻ ഓരോരോ മുടന്ത ന്യായങ്ങൾ ഉന്നയിക്കുന്നവരാണ്. ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരാണ്. എന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ദേവാലയത്തിൽ കടന്നു വന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയും വിഷമങ്ങൾ, പരീക്ഷകളെന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും നാം മറന്നു പോകരുത്. പ്രയാസഘട്ടങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൽ നന്മകൾ വരുമ്പോഴും നന്ദിയോടെ ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് സാധിക്കണം. ഈ സ്ത്രീയിൽ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. അവൾ ദേവാലയത്തിൽ കടന്നു വരുന്നവളായിരുന്നു, ഒരു വിശ്വാസിയായിരുന്നു, ഭക്തിയായിരുന്നു. എന്നാൽ ബന്ധനങ്ങൾ അവളുടെ ജീവിതത്തെ വലച്ചിരുന്നു. ഇവിടെ അവളെ പരാമർശിക്കുന്നത് സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്നവൾ എന്നാണ്. നാം ദേവാലയത്തിൽ കടന്നു പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും മുടങ്ങാതെ നോമ്പ് നോൽക്കുന്നവരുമാകാം. എന്നാൽ വർഷങ്ങളായി അഴിഞ്ഞു പോകാത്ത പല ബന്ധനങ്ങളും ഇന്നും നമ്മെ പിന്തുടരുന്നുണ്ട്. ഈ നോമ്പ് കാലം നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് വിലയിരുത്താം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന വെറുപ്പുകൾ, വിദ്വേഷങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, പലതിനും അഡിക്റ്റായിട്ടുള്ള നമ്മുടെ ജീവിതം, ദൈവത്തെക്കാൾ ഉപരി പലതിനും പ്രഥമ സ്ഥാനം നൽകിയുള്ള നമ്മുടെ ജീവിതം, അങ്ങനെ ഇപ്രകാരം എത്ര പാപത്താൽ മുഴുകിയ ജീവിതമാണ് നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോന്ന് വിലയിരുത്തുമ്പോൾ എത്രയേറെ ബന്ധനങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ഒരു വിശ്വാസിയായിരുന്നിട്ടും പല നോമ്പുകൾ നോറ്റിട്ടും എന്തുകൊണ്ടാണ് ഈ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാത്തത്? അതിന് കാരണം പലപ്പോഴും ക്രിസ്തു നമ്മെ തൊടുന്ന ആരാധനാ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഭൗതികമായി എല്ലാം വെടിഞ്ഞ് നാം നോമ്പ് നോൽക്കുമ്പോൾ ആത്മീയമായും നാം എപ്രകാരമാണ് എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഹൃദയത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ഒരു രൂപാന്തരത്തിൻ്റെ, പുതുക്കത്തിൻ്റെ അനുഭവം കൊണ്ടുവരുവാൻ ഈ നോമ്പ് കാരണം സാധിക്കുന്നുണ്ടോ? രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വന്ന് നമ്മെ കർത്താവിന് സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മെ തൊട്ട് നമ്മുടെ ബന്ധനങ്ങൾ അഴിയുകയും
ഊന്നിയായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ നിവരുകയും ചെയ്യും. കർത്താവിൽ നിന്നും നമ്മെ അകറ്റുന്ന ഈ ബന്ധനങ്ങൾ തകർത്തെറിയുവാൻ ഈ നോമ്പുകാലത്തിലൂടെ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും നോമ്പുമെല്ലാം വ്യർത്ഥമാണ്. ഈ നോമ്പുകാലം വെറും ആചാരങ്ങൾക്കുള്ള സമയമല്ല, ഇത് മാറ്റത്തിനുള്ള സമയമാണ്. ബലഹീനതകളും ബന്ധനങ്ങളും നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. കൃപയും കരുണയും നിറഞ്ഞ നമ്മുടെ കർത്താവ് തൻ്റെ കരം തൊട്ട് അതിൽ നിന്നും വിടുതൽ നൽകും. അതിനായി നമ്മെയും നമ്മുടെ ജീവിതത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഈ നോമ്പുകാലം നമ്മെ ഇടയാക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം.